ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ബ്രിസ്ബെയിൻ സിറ്റിയുടെ അടുത്തുള്ള സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ്സിലാണ്. അപ്പോൾ അത് അതിൻ്റെ സൈൻ ബോർഡിൻ്റെ ബാക്കിൽ നിന്ന് കാണാം. സൗത്ത് ബാങ്ക് കാണുന്നുണ്ടോ? സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ്സ് കുറേ ഏരിയ ഇവിടെ നടക്കാൻ അടിപൊളി സ്ഥലങ്ങളാണ്. ഗാർഡനുണ്ട്, ലേക്സ് ഉണ്ട്, അടിപൊളി മരങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബ്രിസ്ബെയിൻ റിവർ. ഇതിൻ്റെ ബാക്കിലാണ് കണ്ടത് ബ്രിസ്ബെയിൻ റിവർ, അതിനപ്പുറത്താണ് നമ്മുടെ സിറ്റി. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ വരൂ, അടിച്ചു കൊടുക്കും. നമ്മൾ സൗത്ത് ബാങ്ക് പാർക്കിനാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കണം. അപ്പോൾ ഇവിടെ പ്രതിമയുണ്ട്, ആരുതാന്ന് നോക്കാം. ചൈനീസാന്ന് തോന്നുന്നു അല്ലേ? യെസ്, അടിപൊളി. അപ്പോൾ അതിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് അടിപൊളി സൂപ്പർ. രാവിലെ കാറ്റുവെള്ളം വന്നിട്ടുണ്ട്. അടിപൊളി വ്യൂസാണ് ഇവിടെ. നമ്മളിങ്ങനെ പോകുന്നതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വരികയാണെങ്കിൽ ഇവിടെ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടോ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? Epicurious. Wow. Simply awesome. ഇതാണ് നമ്മുടെ ബ്രിസ്ബെയിൻ റിവർ. റിവറിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ വ്യൂ? അടിപൊളി അല്ലേ? ഇതാണ് സൗത്ത് ബാങ്ക്, നമ്മുടെ ബ്രിസ്ബെയിൻ റിവറിൻ്റെ ഒരു വ്യൂ. അതാണ് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലാണ്. ഇപ്പോൾ നമുക്കിതൊരു വാക്ക് വേ ആണ്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം. കുറേ ദൂരം നടക്കാം. ഇതിങ്ങനെ പോകും, കിലോമീറ്റേഴ്സ് ഇങ്ങനെ പോകാം. അങ്ങനെ നമുക്കങ്ങനെ നടക്കാം. മൊത്തം പാർക്ക് മരങ്ങളും നിങ്ങൾക്കിവിടെ കാണാം. സൗത്ത് ബാങ്ക് ഇതാണ് നമ്മുടെ ഫെറിയാണ്. ഇവിടെ ബോട്ട് വരും. പിന്നെ അവിടെ ഒരു ഷിപ്പ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമോ? ഞാൻ സൂം ചെയ്യട്ടെ. ഉണ്ടോ? ഷിപ്പ്, പഴയ ഷിപ്പാണ്. പിന്നെ ഇവിടെ QUT ഉണ്ട്. ഇതാണ് ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഗാർഡൻസ് പോയിൻറ്റ് ക്യാമ്പസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ റോഡ് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഫ്രീ വേ അല്ലെങ്കിൽ മോട്ടോർ. ഇതാണ് ഇങ്ങനെ ബ്രിസ്ബെയിൻ സിഡ്നി ബ്രിസ്ബെയിൻ ഗോൾഡ് കോസ്റ്റ് വഴി സിഡ്നിയിലേക്ക് പോകുന്ന റൂട്ടാണ് അത്. സൈക്ലിംഗ് ചെയ്യാം. അടിപൊളി സ്ഥലം. നമ്മുടെ നാട്ടിൽ പന പോലെ, കുടപ്പന പോലെ ഇതാണോ കാണുമ്പോൾ ഒരു നോസ്റ്റാൾജിയ. ഗാർഡനാണ്. അതിൻ്റെ ബാക്കിൽ ഇതാ കുറേ ഹോട്ടൽസുകളുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാം, നടക്കാം, ഓടാം, സൈക്ലിംഗ് പോകാം. ഈ സൗത്ത് ബാങ്ക് തന്നെയാണ്. കുറേ നല്ല ഫ്ലവേഴ്സ് നോക്കുന്ന അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ പിള്ളേർക്ക് കുളിക്കാനുള്ള ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലുള്ളൊരു സെറ്റപ്പാണ്. എന്തോ മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. കണ്ടോ? നൈസ്, അടിപൊളി. അമേസിങ്. നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല രസമുണ്ട് അതിൽ കാണാൻ. കുറേ പിള്ളേർ കുളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ബാങ്കിൻ്റെ അടുത്താണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. കണ്ടോ? ഇത് ഓപ്പണാണ്, ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും വരാം. എനിക്ക് കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഇതിലെടുത്ത് ചാടാൻ ഷോർട്സൊന്നുമില്ല. അടിപൊളി. ഇതിൻ്റെ ബാക്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്. കണ്ടോ? ഫുഡ് കഴിക്കാനുള്ളത്. അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് 3 തെങ്ങ് നിൽക്കുന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു. കണ്ടോ? നമ്മളെ നാട് പോലെ തന്നെ അടിപൊളി. ഇതാ അമേസിങ്. ഇതാ 1, 2, 3. കണ്ടോ? പിന്നെ ഇതാ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട്. പുള്ളി ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നവരാരെങ്കിലും മുങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന. അമേസിങ്. വളരെ രസമുണ്ട്. നല്ല ബ്ലൂ കളർ വാട്ടർ. നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി ഇറങ്ങാം, കുളിക്കാം. അടിപൊളി സ്ഥലം. ഉണ്ടോ?
ഇതിങ്ങനെ ഒരു ബോർഡ് വാക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നെയാണ് ഈ ബ്രിസ്ബെയിൻ വീലും ഇവിടെ നിങ്ങൾക്ക് കാണാം. ജയൻറ്റ് വീൽ കണ്ടോ? ജയൻറ്റ് വീൽ. ഞാൻ കുറച്ച് അടുത്തേക്ക് പോയി നോക്കാം. എനിക്കൊന്ന് $20, $15 to $20 ആണ് അതിൽ കയറാനുള്ള ഫീസ്. എന്നിട്ട് നമ്മളൊരു ഏകദേശം 10-15 മിനിറ്റ് ഇട്ട് കറക്കും. കണ്ടോ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡ് വാക്ക് കാണിക്കാം. ഇത് നല്ല അടിപൊളി ഫുൾ മരങ്ങളാണ്. ഭയങ്കര കൂളാണ് ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട് കാണാൻ. ബ്യൂട്ടിഫുൾ. ഇവിടെ മൊത്തം ഇലകൾ പറിക്കുക. സോറി മാറ്റ്. യാ താങ്ക് യു. ഭയങ്കര കൂള് എന്ന് പറഞ്ഞാൽ കൂൾ കാം. ഫുള്ള് മരങ്ങൾ. അമ്മാ സൂപ്പർ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് സൗത്ത് ബാങ്ക് പാർക്ക്. ഞാൻ ഉണ്ടാവും. ഇവിടെ നടക്കാം. നല്ല മനോഹരമായത്. അങ്ങോട്ട് നടക്കാം. നമ്മളെ ചേമ്പ് പോലത്തെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ അതേ അവസ്ഥ. അതിലൂടെ വെള്ളം പോകുന്നു. മനോഹരം. അതിലൂടെ അങ്ങോട്ട് പോവാം. മൾട്ടിപ്പിൾ വേസാണ്. ഇതിലൂടെ ഇങ്ങോട്ട് പോവാം. ഇതിലൂടെ ഇങ്ങോട്ട് പോവാം. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ബ്രിസ്ബെയിൻ റിവർ എന്ന് കാണാം. ഇതവിടെ കാണുന്നില്ലേ? അതിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ സിറ്റി. ഇതിലൂടെ ഇങ്ങനെ കറങ്ങി. വാവ്. ഇവിടെ ഒരു ടെമ്പിൾ പോലെ സ്ഥലമുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ആഹാ അടിപൊളി. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേപ്പാൾ ശാന്തി മന്ദിർ. ആഹാ വാവ് ഓസം. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. വളരെ മനോഹരം. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ ജയൻറ്റ് വീൽ കറങ്ങുന്നത്. കണ്ടോ? വാവ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? നേപ്പാൾ ശാന്തി മന്ദിർ അല്ലേ? കൊള്ളാലോ. ഒരു അമ്പലം തോന്നി. ഉള്ളിൽ കയറുന്നില്ല. ഏതായാലും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊന്ന് കാണാം. ഇതൊക്കെ അതിൻ്റെ ഗോപുരങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. മനോഹരം. പിന്നെ ഇതാ മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ശാന്തതയാണ്. ഇവിടെ ഇരിക്കാം. ഇതാണ് നമ്മളെ നേപ്പാളീസ് മന്ദിർ. അപ്പോൾ ഇത് വൈ ഈസ് ദ നേപ്പാളി പീസ് പവർ സൗത്ത് ബാങ്ക് പാർട്ടിയൻസ് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ റിവറിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് നമ്മളെ ബ്രിസ്ബെയിൻ ഫെറി സിറ്റി കാറ്റ്. നമുക്ക് ഗോ കാർഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. നമുക്കതിൽ പോയി യൂണിവേഴ്സിറ്റി ക്വീൻസ്ലാൻഡ് വരെ പോവാം. പിന്നെ ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് സിറ്റിയിലേക്ക് പോവാം. പിന്നെ ഇവിടെയാണ് ഇപ്പോൾ പുതിയ ക്വീൻസ് വാർഫ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരം. വളരെ ഹൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇതാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ടിക്കറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വീൽ ഓഫ് ബ്രിസ്ബൻ. It says $90 ticket fee.